ഷാഫി പറമ്പലിന് ഒരു ഓർമ്മേൽപ്പിക്കാൻ CPM-ന് കഴിയില്ല. ഈ യഥാർത്ഥ വിഷയത്തിൽ നിന്നെല്ലാം ഒളിച്ചോടി മാർക്സിസ്റ്റ് അണികളെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള മലക്കം മറിയൽ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞേക്കും. ആ സംഭവം ED-യുമായിട്ട് ഒത്തുതീർപ്പാക്കി എന്ന് MA ദേവിക്ക് പറയേണ്ടതായിട്ടു. പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകളും ഷാഫിയുടെ രാഷ്ട്രീയ നിലപാടുകളും എല്ലാം CPM-ന് തലവേദന ഉണ്ടാക്കുന്നു. ഷാഫി പറമ്പിൽ അതിശക്തനായ ഒരു നേതാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് CPM അദ്ദേഹത്തെ കായികമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ ശക്തിയിലും നേരിടുക തന്നെ ചെയ്യും. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാരിന് അവഗണിക്കാൻ കഴിയില്ല. EP ജയരാജന്റെ ഇന്നലത്തെ പേരാമ്പ്രയിലെ പ്രസംഗം അത് അർഹിക്കുന്ന അവഗണനയോടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. EP ജയരാജൻ ഇന്ന് CPM-ന്റെ ഒരു പ്രസംഗ തൊഴിലാളി മാത്രമാണ്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അവഗണിച്ചുകൊണ്ട് LDF-ന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എന്തുകൊണ്ട് CPM നിർബന്ധിതമായി? അദ്ദേഹം ആവശ്യപ്പെട്ട അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഒരാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും വാണിജ്യ ബ്യൂറോ അംഗവുമാക്കി വെച്ചതിനെതിരെ അദ്ദേഹം കുറേ ദിവസങ്ങളിൽ പ്രതിഷേധവുമായിട്ട് അദ്ദേഹം നടന്നല്ലോ. നിസ്സഹകരണമായിട്ട് അദ്ദേഹം നടന്നല്ലോ. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ജൽപ്പനങ്ങളെ, വെല്ലുവിളികളെ അത് അർഹിക്കുന്ന അവഗണനയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളയുന്നു. ഷാഫി പറമ്പലിന് ഒരു ഓർമ്മേൽപ്പിക്കാൻ CPM-ന് കഴിയില്ല. പോലീസിനെ ഉപയോഗിച്ച് പോലും നടത്തുന്ന അക്രമങ്ങൾ അവരുടെ ബലഹീനതയാണ് വെളിവാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിനായിട്ട് പോകുമ്പോൾ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടെന്താണ്? മകളുടെ കാര്യത്തിൽ വന്നപ്പോൾ അദ്ദേഹം നിയമസഭയിലാണ് പ്രസംഗിച്ചത്. ആ യഥാർത്ഥ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മകളുടെ കമ്പനി ആരംഭിച്ചത് ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ആനുകൂല്യങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു. യഥാർത്ഥ വിഷയം എന്തായിരുന്നു? കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ ജോലിയൊന്നും ചെയ്തു കൊടുക്കാതെ ഇങ്ങോട്ട് കാശ് പറ്റിയിരുന്നു എന്ന കണ്ടെത്തലാണ്. കണ്ടെത്തൽ രേഖാപരമായി നിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ഇപ്പോഴും കേസ് നിൽക്കുകയാണ്. കേസ് എന്തിനെ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ പോയിട്ട് ഇപ്പോൾ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേസ് നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നിയമസഭയിൽ പറഞ്ഞ പ്രസ്താവന എന്തായിരുന്നു? ഈ യഥാർത്ഥ വിഷയത്തിൽ നിന്നെല്ലാം ഒളിച്ചോടി മാർക്സിസ്റ്റ് അണികളെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള മലക്കം മറിയൽ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞേക്കും. എന്നാൽ അതുപോലെ സാധ്യമല്ല, എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അനർഹമായ സ്വത്ത് സമ്പാദിച്ചു എന്നത് പ്രകടമായിട്ടുള്ളൊരു കാര്യമാണ്. തർക്കരഹിതമായ ഒരു കാര്യമാണ്. ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതിനെ എത്ര വെളുപ്പിക്കാനും എത്ര ന്യായീകരിക്കാനും ശ്രമിച്ചാലും വില പോവില്ല. അപ്പൊ മകനെതിരെ വന്നതാണ് വിഷയം. ED-യുടെ സമൻസ് അയച്ചു. സമൻസ് അയച്ചതോ മുഖ്യമന്ത്രിയുടെ മകൻ, സൺ ഓഫ് പിണറായി വിജയൻ, വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ എന്ന അഡ്രസ്സിലാണ്. അഡ്രസ് ഏതാണ്? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ അഡ്രസ്സാണ്. അവിടെ അന്ന് വിവേക് കിരൺ ഇല്ലെങ്കിൽ നോട്ടീസ് സമൻസ് കൈപ്പറ്റാതിരിക്കാം. ഞങ്ങളുടെ ചോദ്യം, ഈ സമൻസ് അവിടെ വന്നിരുന്നോ? നമ്മുടെ വീട്ടിലേക്ക് ഒരു സമൻസ് വന്നാൽ വീട്ടിൽ അംഗമായ മകനെതിരെ, മകൾക്കെതിരെ, ഭാര്യക്കെതിരെ, അച്ഛനും അമ്മയ്ക്കെതിരെ ഒരു സമൻസ് വന്നാൽ നിയമം അനുശാസിക്കുന്ന, അനുകൂലിക്കുന്ന, നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി എന്താ ചെയ്യേണ്ടത്? ആ സമൻസ് ഇയാൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, ഒരു കത്ത് വന്നാൽ, ഒരു മണി ഓർഡർ വന്നാൽ, ഒരു പാഴ്സൽ വന്നാൽ, അഡ്രസ് സ്ഥലത്തില്ലെങ്കിൽ അഡ്രസ് എവിടെയാണോ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും. അങ്ങനെയല്ലേ?
അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അക്കാര്യത്തിൽ ഉത്തരം പറയണം. അതിൽ എം എ ദേവി പോലും അത് ഒതുക്കി തീർത്തു എന്ന് അറിയിക്കുകയാണ് ചെയ്തത്. ആ സംഭവം ഇഡിയുമായിട്ട് ഒത്തുതീർപ്പാക്കി എന്ന് എം എ ദേവിക്ക് പറയേണ്ടതായിട്ട് തോന്നുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, ഇഡിക്ക് ശബ്ദമില്ലേ? കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് നിലപാടില്ലേ? ഇത് CPM BJP ഒത്തുകളിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ സാമ്പത്തിക കുറ്റാരോപണ കേസുകളിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള ഒത്തുതീർപ്പിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ്. ഈ നോട്ടീസിന്റെ അനന്തര നടപടികൾ എന്തൊക്കെയാണ്? ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോട്ടീസിലെ വാചകം തന്നെ without prejudice to the provisions of any other law for the time being in force, if you fail to give evidence mentioned in schedule, you shall be liable to penal proceedings under the provision of Money Laundering Act 2002. തെളിവ് ഹാജരാക്കാൻ താങ്കൾ ഹാജരാകാത്ത പക്ഷം, തെളിവ് നൽകാൻ സന്നദ്ധനാകാത്ത പക്ഷം, താങ്കൾക്കെതിരെ ഈ നോട്ടീസിലെ എതിർകക്ഷിക്കെതിരെ മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള ശിക്ഷാ നടപടിക്ക് താങ്കൾ വിധേയനാണ്. നോട്ടീസിൽ പറഞ്ഞിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശം, കുടുംബത്തിന്റെ സ്വത്തുക്കളുടെ വിശദാംശം ഇതെല്ലാം ചോദിച്ചുകൊണ്ടാണ് ഈ നോട്ടീസ്. ഈ നോട്ടീസിന് എന്ത് സംഭവിച്ചു? നടപടികൾ എവിടെ വിലയിരുത്തി? ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ക്ലോസ് ചെയ്തെങ്കിൽ എന്തടിസ്ഥാനത്തിൽ ക്ലോസ് ചെയ്തു? മുഖ്യമന്ത്രിയുടെ മകൻ ഇഡിയുടെ അന്വേഷണത്തിന് പോയിട്ടുണ്ടോ? നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ അടുത്ത നടപടിയുണ്ട്. കൈപ്പറ്റിയില്ലെങ്കിൽ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ആ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതൊന്നും പറയാതെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അതാണ് ഏറ്റവും വിചിത്രം. സ്വന്തം അണികളെ ഒരുപക്ഷെ കബളിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എന്റെ മകൻ ക്ലിഫ് ഹൗസിലെ മുറി എത്രയുണ്ടെന്ന് കണ്ടിട്ടില്ല. അതാണ് അവിടുത്തെ ചോദ്യം. പ്രധാനമായ ചോദ്യം അതാണ്. അപ്പൊ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രി മകളുടെ കേസിൽ ഒളിച്ചോടിയതുപോലെ, മറച്ചു പിടിച്ചതുപോലെ, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഇവിടെ ശ്രമിക്കുകയാണ്. അത് വിജയിക്കില്ല. അത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് നന്നായി അറിയാം. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ഇഡിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. BJPയുടെ മൗനവും വളരെയേറെ ഗൗരവത്തിൽ ഞങ്ങൾ കാണുകയാണ്. ഒത്തുതീർപ്പിന്റെ വ്യക്തമായ തെളിവാണ്.